അധികം ആളുകൾ അറിയാത്ത നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഫീച്ചർ നമ്മുടെ മൊബൈൽ ഫോണിനുണ്ട്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിരിക്കണം, അവർക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ആക്സസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് കാണാം ആക്സസിബിലിറ്റി എന്നുള്ളൊരു ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ഈ ആക്സസിബിലിറ്റി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് രണ്ടാമതായിട്ട് ആക്സസിബിലിറ്റി മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആക്സസിബിലിറ്റി മെനു എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഷോർട്ട് കട്ട് എന്നുള്ള ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ കാണുന്ന ഭാഗത്ത് അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലൊരു ബബിൾ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തു പോകാം. നമ്മുടെ മൊബൈൽ ഫോണിന് എവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു ബട്ടൺ ഇവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാനും ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാനും സാധിക്കും. ഈ ഒരു ബട്ടൻ്റെ പ്രത്യേകത, നമ്മൾ ഇനി പവർ ബട്ടണോ വോളിയം ബട്ടണോ ഒന്നും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട. വളരെ ഈസിയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ സെറ്റിങ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ബബിളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതവിടെ കാണാൻ സാധിക്കും. നോക്കുക, പവർ ബട്ടൺ ഉണ്ട്, വോളിയം കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, വോളിയം ഡൗൺ ബട്ടൺ ഉണ്ട്, റീസെൻറ്റ് ടാബ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്രൈറ്റ്നസ് കൂട്ടാൻ, ബ്രൈറ്റ്നസ് കുറക്കാൻ, അതുപോലെ തന്നെ ലോക്ക് സ്ക്രീന്. ഇനി ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ്, നോട്ടിഫിക്കേഷന്, സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളെല്ലാം ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണും ക്ലിക്ക് ചെയ്ത് ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതങ്ങ് പോവുകയും ചെയ്യും. ആവശ്യമാകുമ്പോൾ ഈ ഒരു ബബിൾ ഇവിടെ കാണാൻ സാധിക്കും. ബബിൾ എവിടെയാണോ വെച്ചത് അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഈ സെറ്റിങ്സുകളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനിയൊരു ഫീച്ചർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്തിൽ ഇൻറ്റു ബട്ടൺ ഉണ്ട്. ഈ ഇൻറ്റു ബട്ടണിൽ കൊണ്ടിട്ട് പോയിട്ടാൽ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.